ഭയങ്കര ആകർഷകമായ പരസ്യമൊക്കെയാണ് കൊടുക്കുക. നിങ്ങളുടെ തൊഴിൽ സമയം നിങ്ങൾക്ക് നിശ്ചയിക്കാം, നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് നിശ്ചയിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മണിക്കൂർ ഓടാം, 10 മണിക്കൂർ ഓടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഒരു ബൈക്കും ഒരു മൊബൈൽ ഫോണും മാത്രം ഉണ്ടെങ്കിൽ എന്നാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ഇഷ്ടമൊന്നുമല്ല, ആപ്പിൻ്റെ ഇഷ്ടവും ആപ്പിൻ്റെ അൽഗോരിതത്തിൻ്റെ ഇഷ്ടമാണ് അതിൽ പ്രവർത്തിക്കുക. അത് ആ നിലയ്ക്കുള്ള വലിയ വരുമാനം ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ന്യായമായ വരുമാനത്തിന് വേണ്ടി മനുഷ്യനും വല്ലാതെ കിടന്ന് ഓടുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ആപ്പിനെ തൃപ്തിപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ പ്രയത്നം, ഓട്ടം, അതിനിടയിലുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ ഉപഭോക്താവിൽ നേരിടുന്ന മോശം അനുഭവങ്ങൾ, ഇതെല്ലാം അവർ നേരിടുന്ന പ്രശ്നമായിരിക്കെ അതിനെ ഭരണകൂടം ശരിയാവണ്ണം സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന പ്രശ്നം അവിടെയുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുകയും 10 മിനിറ്റ് പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനം ഒരു സ്റ്റെപ്പാണ്. അത് വലിയവരെല്ലാം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വികസിച്ചു വരുന്ന ഒരു നഗര തൊഴിൽ മേഖലയാണ് ആ മേഖല. അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിലെ ആളുകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക, ന്യായമായ തൊഴിൽ അവകാശങ്ങൾ അവർക്ക് ഉറപ്പാക്കുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ ഈ ആപ്പിനും അൽഗോരിതത്തിനും ഇവരോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തൊഴിലവകാശമൊന്നുമില്ല. തൊഴിലവകാശമുള്ള മനുഷ്യന് ഇത്ര മണിക്കൂറേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇത്ര മണിക്കൂർ പണിയെടുക്കുന്നവർക്ക് ഇത്ര ന്യായമായ ശമ്പളം കിട്ടിയിരിക്കണം, അവർക്ക് PF ഉണ്ടായിരിക്കണം, ESI ഉണ്ടായിരിക്കണം, അവർക്ക് ലീവ് ഉണ്ടായിരിക്കണം പോലെയുള്ളത് തൊഴിലവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ തൊഴിലവകാശത്തിൻ്റെ ഒരു പരിധിയിലും വരാത്ത ഈ പറയുന്ന അസംഘടിത തൊഴിലാളി വർഗ്ഗം, ഇപ്പോൾ അവർ സംഘടിതരാണ്, പക്ഷേ അവർ ഗവൺമെൻറ് ഏതെങ്കിലും ലോ ഫ്രെയിമിനകത്ത് വന്നിട്ടില്ലാത്തവരാണ്. അതിൻ്റെ ചൂഷണം ഭീകരമാം വിധം ഇന്ത്യയിലെ കമ്പനികൾ നടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിളാണ് ഈ 10 മിനിറ്റ് ഡെലിവറി എന്ന് പറയുന്നത്. സോ അതിൽ പിടിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്ന നല്ല കാര്യമാണ്, അതിനകത്ത് തൊഴിൽ സുരക്ഷ കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ എന്തുമാത്രം കഴിയും ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇത്തരം വൻകിട കോർപ്പറേറ്റുകളുമായിട്ട് ഒരു വളരെ കണിശമായ സമീപനം സ്വീകരിക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഇതിനെ ഞാൻ ശുഭകരമായിട്ട് തന്നെയാണ് കാണുന്നത്. കൂടുതൽ തൊഴിൽ സുരക്ഷയുടെ പരിധിയിലേക്ക് ഇപ്പോൾ പുതിയ ലേബർ ലോ പ്രകാരം അവർ വരട്ടെ, അത് അവരെയും കൂടി അംഗീകരിക്കുന്ന ഒരു പൊതുധാരയായിട്ട് നമ്മുടെ തൊഴിൽ മേഖല മാറട്ടെ എന്ന് ഞാൻ പറയാം.